അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ എന്ന ഭാഗമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. ആ ഭാഗത്തിലെ പദപ്രയോഗങ്ങളുടെ പ്രത്യേകതകളും തേട്ടങ്ങളും ഒക്കെയാണ് നമ്മൾ ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയുണ്ടായത്. നമ്മൾ പ്രസ്തുത വചനം വിശദീകരിച്ച് തുടങ്ങിയപ്പോൾ ദവിൽ ഖുർബ എന്നതിൻ്റെ വിവക്ഷയിൽ ദാനം ചെയ്യുന്ന, സദഖ നിർവഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളാണ് അവർ എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം വിശുദ്ധ ഖുർആനിൽ ഈ ദവുൽ ഖുർബ എന്നത് നബി കുടുംബത്തിനും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം നമുക്ക് വലിയ യഥാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞ ആ പ്രയോഗവും വിഷയവും മനസ്സിലാക്കാൻ ബിഇദ്നില്ല. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ. ഇവിടെ ദവിൽ ഖുർബ കൊണ്ട് ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി. അതിൽ അൽ ഉബൂവ, അതേപോലെ അൽ ഉമൂമ പിതൃത്വം, ഉമൂമ മാതൃത്വം, പിന്നെ അൽ ബുനുവ മക്കൾ, സന്തതികൾ, പിന്നെ അൽ ഉഖുവ സഹോദരങ്ങൾ, പിന്നെ അൽ ഖഊല മാതൃ സഹോദരങ്ങൾ, സഹോദരികൾ, പിന്നെ അതേപോലെ അൽ അം വൽ അമ്മാത്ത് ഉമൂമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതൃ സഹോദരങ്ങൾ, സഹോദരികൾ, ഇവരൊക്കെ ഈ ദവുൽ ഖുർബയിൽ ഉദ്ദേശമാണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ വിഷയങ്ങളൊക്കെ. പണ്ഡിതന്മാർ അതിൽ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി നമ്മളിവിടെ ഉണർത്തുകയുണ്ടായല്ലോ. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറയപ്പെട്ടൊരു വിഷയമാണ്. ചിലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദവുൽ ഖുർബ എന്ന് പറഞ്ഞതിന് പകരം ഉലുൽ ഖുർബ എന്നാണ് പറഞ്ഞത്. ഉലുൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ എന്നതിന് ഉലുൽ ഖുർബ. സൂറത്തു നിസായിൽ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ, അവിടെ ഉലുൽ ഖുർബ എന്നാണ് പറഞ്ഞത്, അടുത്ത ബന്ധുക്കൾ, ഈ പറഞ്ഞവർ. അതിൽ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്വത്ത് അനന്തരം എടുക്കാത്തവരാണ് അവിടെ ഈ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ ഹാജരായാൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഉലുൽ ഖുർബ. അതേപോലെ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ. ഉലുൽ ഖുർബ, അവിടെ ഉലുൽ ഖുർബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ബന്ധുക്കളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിസ്തഹ് ഇബ്നു അസാസക്കും മറ്റും ചെലവിന് നൽകുന്ന വിഷയത്തിൽ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചതിൽ പങ്കാളികളായതിൻ്റെ പേരിൽ സത്യം ചെയ്ത് ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്ന ഒരു ഗുണദോഷിക്കലും ഉപദേശിക്കലുമാണ് പ്രസ്തുത ആയത്ത്. മിസ്തഹ് ഇബ്നു അൽ അസാസയും അദ്ദേഹത്തിൻ്റെ മാതാവും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചെലവിൽ കഴിഞ്ഞിരുന്ന, സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അടുത്ത ബന്ധുക്കളായിരുന്നല്ലോ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ദവുൽ ഖുർബ പറഞ്ഞിട്ടുണ്ട്, ഉലുൽ ഖുർബയും പറഞ്ഞിട്ടുണ്ട്. വആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ, അതേപോലെ ഫആതി ദൽ ഖുർബ ഹഖഹു. ഫആതി ദൽ ഖുർബ എന്നുള്ള സൂറത്ത് റൂമിൽ, വആതി ദൽ ഖുർബ സൂറത്തു ഇസ്രായിൽ. ഇതേപോലെ പലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ സൂറത്തു നിസായിൽ. ഇങ്ങനെ ധാരാളം വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയൊരു വിഷയമാണ് അടുത്ത ബന്ധുക്കൾ, ദവുൽ ഖുർബ, ഉലുൽ ഖുർബ, അവർക്ക് ദാനം ചെയ്യുക, സദഖ നിർവഹിക്കുക എന്നുള്ള വിഷയം. നമ്മുടെ ദീൻ എത്ര സുന്ദരം! ബന്ധങ്ങൾ വിളക്കുന്നതിൽ, കുടുംബങ്ങളെ ഇണക്കുന്നതിൽ, അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് പോരായ്മകൾ നികത്തുന്നതിൽ, വിഷമതകൾ പരിഹരിക്കുന്നതിൽ, ക്ഷേമവും ഐശ്വര്യവും അവർക്ക് കനിയുന്നതിൽ
പല വചനങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകളിൽ ഈ വിഷയത്തിൽ ധാരാളം സച്ചരിതങ്ങൾ, സൽമാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല അന്ന ബൈനി വ ബൈനകും റഹിമ സഅബുല്ലുഹ ബിബലലിഹ എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയായി നിയുക്തമായി അടുത്ത ബന്ധുക്കളെ ഉണർത്താനും ഉത്ബോധിപ്പിക്കാനും താൻ നബിയായി നിയുക്തമായ കാര്യം അവരെ അറിയിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾ ഒന്നടങ്കം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞതാണ്, ഞാനും നിങ്ങളും തമ്മിൽ ഒരു രക്തബന്ധമുണ്ട്. ആ രക്തബന്ധം അത് ഞാൻ ഊഷ്മളമായി കാത്ത് സംരക്ഷിക്കും എന്ന കാര്യം. ഏതായാലും ഇവിടെ ദുൽ ഖുർബ എന്നതിൻ്റെ ആ ഒരു പ്രത്യേകത വിഷയം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ അനുബന്ധമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം.